വഴിയരികിൽ പഥികനായി കാത്തു നിൽക്കും നാഥൻ, വഴിതെറ്റിയാൽ സ്നേഹമോടെ തേടിയെത്തും നാഥൻ. വഴിയരികിൽ പഥികനായി കാത്തു നിൽക്കും നാഥൻ, വഴിതെറ്റിയാൽ സ്നേഹമോടെ തേടിയെത്തും നാഥൻ. അകലെ നിന്നും കാണും നേരമോടിയെത്തും ചാരേ, സ്നേഹമോടെ ചേർത്തു നിർത്തിയും വയ്ക്കും നാഥൻ. അകലെ നിന്നും കാണും നേരമോടിയെത്തും ചാരേ, സ്നേഹമോടെ ചേർത്തു നിർത്തിയും വയ്ക്കും നാഥൻ. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവവചനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഗുജറാത്തിലെ ഒരു പ്രസിദ്ധമായ രാജവംശമായിരുന്നു ഗേഖ്വാദ് രാജാക്കന്മാരുടേത്. അതിൽ ഒരു രാജാവ് സത്യമന്വേഷിച്ച് കണ്ടെത്തുവാൻ പ്രയത്നിച്ച വളരെ തീക്ഷ്ണവാനായ ഒരു രാജാവായിരുന്നു. പ്രജാക്ഷേമ തൽപരനായ രാജാവ് ഒരിക്കൽ രാജസഭയിൽ വെച്ച് ഒരു ചോദ്യം ചോദിച്ചു: ശരിയായ വഴി ഏതാണ്? മന്ത്രിമാരും പരിവാരങ്ങളുമൊക്കെ വളരെയധികം ആലോചിച്ചു, എങ്കിലും ഒരു ഉത്തരം കണ്ടെത്തുവാൻ സാധിച്ചില്ല. എന്നാൽ ഈ ചോദ്യത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞ അവിടെ മിഷണറി പ്രവർത്തനം നടത്തിയിരുന്ന ഡേവിഡ് ക്ലാർക്ക് രാജാവിൻ്റെ സന്നിധിയിലെത്തിയിട്ട് രാജാവിനോട് ബറോഡയിലേക്ക് എത്തുവാനായിട്ട് ആവശ്യപ്പെടുകയാണ്. വന്നു കാൺമീൻ എന്ന സുവിശേഷത്തിലെ പ്രസിദ്ധമായ വാക്യം എടുത്ത് ഉദ്ധരിച്ച് അല്പസമയം ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം, അങ്ങ് എത്തുമ്പോൾ ഒരുപക്ഷെ ഞാൻ കൃഷിസ്ഥലത്തോ മറ്റോ എവിടെയെങ്കിലും ആയിരിക്കും. കൃഷിയിടത്തിൽ വെച്ച് ഞാൻ മിണ്ടുകയില്ല. അങ്ങേക്ക് അവിടെ വന്ന് എൻ്റെ പ്രവർത്തനങ്ങൾ വീക്ഷിച്ച് ഒരു ഉത്തരം കണ്ടെത്തുവാൻ കഴിയുമെന്ന് പറഞ്ഞു. രാജാവ് ഡേവിഡ് ക്ലാർക്കിന് ക്ഷണം സ്വീകരിച്ച് ബറോഡയിലെ ഗ്രാമത്തിൽ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷക മേഖലകളിൽ എത്തുകയും പുരയിടത്തിൽ പലവിധമായ ജോലികൾ ചെയ്ത് വ്യാപൃതരായിരിക്കുന്ന തൊഴിലാളികളെയും കൃഷിക്കാരെയും മറ്റ് ജനങ്ങളെയും കണ്ടുമുട്ടി. പലവിധമായ കഠിന ജോലികൾ ഏർപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരും പ്രവർത്തനം കണ്ട രാജാവ് സന്തുഷ്ടനായി. പക്ഷേ ശരിയായ വഴി ഏത് എന്ന ചോദ്യത്തിന് മാത്രം ഉത്തരം ലഭിച്ചില്ല. വൈകിട്ട് ഡേവിഡ് ക്ലാർക്ക് വീണ്ടും രാജാവിൻ്റെ സന്നിധിയിലെത്തി ഉത്തരം ലഭിച്ചു എന്ന് ചോദിച്ചു. ഒരു ഉത്തരമല്ല, പല ഉത്തരം ലഭിച്ചു എന്നായിരുന്നു രാജാവിൻ്റെ മറുപടി. അപ്പോൾ ഡേവിഡ് ക്ലാർക്ക് ഇങ്ങനെ പറഞ്ഞു: പരിവാരങ്ങൾ ഉപേക്ഷിച്ച് ഏകനായി നടക്കുക. ഈ നോമ്പ് കാലഘട്ടം നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരിക്കുവാൻ പോകുന്ന ചില പരിവാരങ്ങളുണ്ട്. അത് നമ്മെ സ്വാധീനിക്കുന്ന ചില വിഷയങ്ങളാണ്. അത് വ്യക്തിപരമാണ്. പുറമേയുള്ളവർക്കോ കുടുംബാംഗങ്ങൾക്കോ സമൂഹത്തിനോ സുഹൃത്തുക്കൾക്കോ തിരിച്ചറിയാൻ സാധിക്കാത്ത, എന്നാൽ ദൈവത്തിന് മാത്രം തിരിച്ചറിയുന്ന ചിലതുണ്ട്. അത് ചില നെഗറ്റീവ്സ് ആകാം. ഈ നെഗറ്റീവ്സിനെയൊക്കെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ് ഈ നോമ്പിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. യെശയ്യാവിൻ്റെ പുസ്തകം 52:11 ഇങ്ങനെ പഠിപ്പിക്കുന്നു: വിട്ടുപോരുവിൻ, വിട്ടുപോരുവിൻ, അവിടെ നിന്നും വിട്ടുപോരുവിൻ. അശുദ്ധമായതൊന്നും തുടരുത്, അതിൻ്റെ നടുവിൽ നിന്ന് പുറപ്പെട്ടു പോരുവിൻ. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ, നിങ്ങളെ തന്നെ നിർമ്മലീകരിപ്പിൻ. ഈ ഒരു കാലഘട്ടം ശരിയായ വഴി ഏതെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ നടക്കുവാനുള്ളതാണ്. ശരിയായ വഴി ഏതെന്ന് തിരിച്ചറിഞ്ഞ് നടക്കണമെന്നുണ്ടെങ്കിൽ പരിവാരങ്ങളെ ഉപേക്ഷിച്ച് ഏകനായി നടക്കണം. ഏകനായി നടക്കുക എന്നാൽ നമ്മെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന സകല അന്ധകാര തിന്മകളുടെ ശക്തികളിൽ നിന്നും വിട്ടൊഴിഞ്ഞ് ദൈവത്തോട് ചേർന്ന് ദൈവത്തിൽ അലിഞ്ഞ് ഒന്നായി നടക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന പോലെ നാം ആയിരിക്കുന്ന അശുദ്ധതയുടെ നടുവിൽ നിന്നും പുറപ്പെട്ടു പോരുവാൻ നമുക്ക് സാധിക്കണം. നാം യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരാണ്. നാം ഓരോരുത്തരും യഹോവയുടെ സന്നിധിയിൽ
ശുദ്ധിയുള്ളവരായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ നാം എപ്രകാരം നമ്മെ തന്നെ സമർപ്പിക്കുന്നു എന്ന് ആലോചിക്കേണ്ടത് ഏറ്റവും ഉദാത്തവും പ്രധാനവുമാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ നിന്നും യാതൊന്നും കൊണ്ടുപോകുവാൻ നമുക്ക് കഴിയുന്നതുമല്ല. തിമോത്തിയോസിന് എഴുതിയ 1 ലേഖനം 6 അധ്യായം 7 തിരുവചനമാണ് നാം വായിച്ച് കേട്ടത്. ഈ ഭൂമിയിലേക്ക് ഒന്നും കൊണ്ടുവരാത്തവരും ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാത്തവരുമായ നമ്മളെ സംബന്ധിച്ച് ഇവിടെ ജീവിക്കുമ്പോൾ യഥാർത്ഥ വഴി തിരഞ്ഞെടുക്കേണ്ടത്, ശരിയായ വഴിയിലൂടെ നടക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ്. ഞാൻ വഴിയും സത്യവും ജീവനുമാണെന്ന് ക്രിസ്തു പറഞ്ഞുവെങ്കിൽ ആ വഴിയിൽ സത്യമുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കട്ടെ. അവൻ കാണിച്ച വഴിയാണ് കുരിശിൻ്റെ വഴി. ക്രൂശിൻ്റെ വഴി യാതനകൾ നിറഞ്ഞതാണ്, സഹനങ്ങൾ നിറഞ്ഞതാണ്, വേദനകൾ നിറഞ്ഞതാണ്. ഈ നോമ്പ് കാലഘട്ടം അവൻ്റെ സഹനങ്ങൾ ഏറ്റെടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയുള്ളവരും മനസ്സുള്ളവരുമായി തീരുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. മോഹത്തിന്റെ തെരിലേറി പോകരുതേ, ലോകത്തിന്റെ വീതിയിൽ വീഴരുതേ. മോക്ഷത്തിന്റെ മാർഗം ഞാൻ തുറന്നു തരാം, സ്വർഗത്തിന്റെ തോണിയിൽ തുഴഞ്ഞു നീങ്ങാം. അലയരുതേ ഉലയരുതേ, ദിശയറിയാതുഴലരുതേ. മോഹത്തിന്റെ തെരിലേറി പോകരുതേ, ലോകത്തിന്റെ വീതിയിൽ വീഴരുതേ. മോക്ഷത്തിന്റെ മാർഗം ഞാൻ തുറന്നു തരാം, സ്വർഗത്തിന്റെ തോണിയിൽ തുഴഞ്ഞു